എടാ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ഒന്നിച്ച് നമ്മൾ രണ്ടും കൂടെ മയക്കം പിടിച്ചിട്ട് നിന്റെ ഫാമിലിയിലേക്ക് ഞാൻ വരികയാണല്ലോ, നിന്റെ മൈൽ സ്റ്റോൺ ഫാമിലിയിലേക്ക്. ആക്ച്വലി ഞാനും മൈൽ സ്റ്റോണിന്റെ ഒരു ഭാഗമാണ്. ഞാനും കുറച്ച് നാൾ ഇവിടെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയതായിട്ടൊന്നും തോന്നുന്നില്ല. Coming back to the family feel. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഒഫീഷ്യലി സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചളി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും താറ്റി ആ ഒരു മൈൻഡ് ആയി പോയി. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷത്തെ മിന്നും താരങ്ങളെ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നു, അവർക്ക് അവാർഡ്സ് കൊടുക്കുന്നു, അവരെ അംഗീകരിക്കുന്നു, എന്താ തോന്നുന്നത്? ഇത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ മൈൽ സ്റ്റോണിന്റെ ഒരു ഓൺലൈൻ മീഡിയാസിന്റെ ഹിസ്റ്ററി തന്നെ മാറ്റിമറിച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് മൈൽ സ്റ്റോൺ. അതായത് നമ്മളൊരു ഓൺലൈൻ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർവ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഷോസ് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഒക്കെ ഉപരി അവാർഡ്സ് ഒക്കെ കൊടുക്കുന്നു. അതും എല്ലാ സെറ്റ് ഓഫ് ഓൺലൈൻ മീഡിയസിനെ ഉൾപ്പെടുത്തി അവിടെ, അതായത് ഇപ്പോൾ ബെസ്റ്റ് ആങ്കർ വേറൊരു ഓൺലൈൻ മീഡിയ എന്നായിരിക്കും, ബട്ട് അവിടെയും കോമ്പറ്റീഷൻ ഒന്നുമില്ല. അവിടെ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരെയും കൂടെ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഒരു അവാർഡ് ഷോ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒന്നാമത്തെ കാര്യം അതിന്റെ ആ ഒരു മനസ്സുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു പരിപാടി ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് അടിപൊളി ഒരു പരിപാടിയാണ്. സോ ഈ പ്രാവശ്യം അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പുവിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ പറയാണ്, എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്.